കൊച്ചി താന്തോന്നി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടച്ച സർക്കാർ. വീടുകളിലേതടക്കം വെള്ളം കയറുന്നതിനെ തുടർന്ന് ദ്വീപിലെ ജനങ്ങൾ ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫീസിന് മുന്നിൽ ആരംഭിച്ച സമരം 3-ാം ദിവസം ആകുന്നു. വെള്ളം കയറുന്നത് തടയാൻ ഔട്ടർ ബണ്ട് നിർമ്മിക്കാൻ ഫണ്ട് പാസ്സായെങ്കിലും കേരള കോസ്റ്റൽ മാനേജ്മെന്റ് അതോറിറ്റിയുടെ നിലപാടുകളാണ് തടസ്സമാകുന്നത്. മന്ത്രി പി രാജീവുമായി ചർച്ച ചെയ്തിട്ടും പരിഹാരം ഉണ്ടായില്ല. വീടുകളിലേക്ക് വെള്ളം കയറുന്നത് രൂക്ഷമായതോടെ 100ഓളം കുടുംബങ്ങളാണ് താന്തോന്നി തുരുത്തിൽ നിന്നും ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫീസിൽ അഭയം പ്രാപിച്ചത്. വെള്ളക്കെട്ട് മൂലം തുരുത്തിലേക്ക് മടങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് കുടുംബങ്ങൾ. വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. വെള്ളക്കെട്ട് തടയാൻ ബണ്ട് നിർമ്മിക്കാൻ ഫണ്ട് പാസ്സായിരുന്നതാണ്. എന്നാൽ കേരള കോസ്റ്റൽ മാനേജ്മെന്റ് അതോറിറ്റിയുടെ നിലപാടുകളാണ് തടസ്സമാകുന്നത്. മന്ത്രി പി രാജീവുമായി ചർച്ച ചെയ്തിട്ടും പരിഹാരമുണ്ടായില്ല. കോസ്റ്റൽ മാനേജ്മെന്റ് അതോറിറ്റിയാണ് ഈ തടസ്സം. ഇതിക്ക് മുമ്പ് പാസ്സായി, വർക്ക് ടെൻഡറായി, വർക്ക് തുടങ്ങുന്ന സ്റ്റേജിലാണ്. പിന്നെ ഇപ്പൊ വീണ്ടും വന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇത് ഇന്നപോലെ ക്ലിയറൻസ് ഇല്ലെന്ന് പറഞ്ഞേക്കണത്. ഇതെന്തുകൊണ്ടാണ് ക്ലിയറൻസ് ഇല്ലാതെ? ഇതൊരു റോഡാണ് ഈ വന്നത്, ഒരു ഫ്ലാറ്റും മറ്റൊന്നും അല്ല വന്ന. ഇതിനങ്ങനെ നിയമ തടസ്സമൊന്നുമില്ല. CRZ 2-ലാണ് താന്തോന്നി തുരുത്ത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് ദ്വീപിലെ ജനങ്ങൾ ജിഡ ഓഫീസിൽ എത്തിയത്. അന്നു മുതൽ ജനങ്ങൾ സമരം ആരംഭിച്ചു. വീടുകളിലേക്ക് മടങ്ങാൻ കഴിയാത്തതിനാൽ വിദ്യാർത്ഥികൾ സമരവേദിയിൽ നിന്നാണ് സ്കൂളുകളിലേക്ക് പോകുന്നത്. അപ്പൊ ഞങ്ങളുടെ തുരുത്ത് എന്ന് പറയുന്നത് കല്ലിന്റെ ഇടയിലേക്ക് വെള്ളം അടിച്ചു കയറും. റിട്ടേൺ വെള്ളം പോകുമ്പോൾ ആ കല്ലിന്റെ ഉള്ളിലുള്ള മണ്ണ് മുഴുവനും പോകും. അപ്പൊ ആ ഭൂമിക്ക് ഇളക്കം തട്ടണേണ്. അങ്ങനെ ആ കൽബണ്ടുകളെല്ലാം ഇടിഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം ഒരു ശാശ്വത പരിഹാരമായിട്ടാണ് ഞങ്ങൾക്ക് ഈ 5 മീറ്ററിൽ ബണ്ട് പണിയാൻ പാസ്സായി കിടക്കുന്ന സാധനമാണ്. അപ്പൊ അത് പണിതെങ്കിലും മാത്രമേ ഞങ്ങൾക്ക് ഭൂമിയിലേക്ക് വെള്ളം കയറാതിരിക്കുകയുള്ളൂ. ബണ്ട് നിർമ്മിക്കാൻ 2018-ലെ വെള്ളപ്പൊക്കത്തിന്റെ റിപ്പോർട്ടടക്കം വേണമെന്ന ആവശ്യം ചൂണ്ടിക്കാണിച്ചാണ് കേരള കോസ്റ്റൽ മാനേജ്മെന്റ് അതോറിറ്റി തടസ്സവാദം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ മാസം നാട്ടുകാർ കളക്ടറുമായി ചർച്ച നടത്തിയിരുന്നു. കേരള കോസ്റ്റൽ മാനേജ്മെന്റ് അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ മറുപടി നൽകാത്തതാണ് കാര്യങ്ങൾ വൈകാൻ കാരണമായി കളക്ടർ ജനങ്ങളോട് പറയുന്നത്. ജനം, കൊച്ചി.